ജേർണി വിത്ത് ജിൻസൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ മംഗളാപുരത്തുള്ളൊരു അടിയാർ വ്യൂ പോയിൻ്റ് എന്ന നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമുക്ക് അത് കാണാൻ വേണ്ടി പോകാം. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റിലോട്ട് തിരിയണം. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് ഈ ലെഫ്റ്റിലോട്ട് ഈ റോഡേ പോകണം. ഈ റോഡ് നേരെ മേളിലേക്ക് പോകണം. ഇതിലേ പോകുമ്പോഴാണ് നമുക്ക് ആ കുന്നിൻ്റെ അങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റുന്നത്. വൈകുന്നേര സമയങ്ങളിലേക്ക് നല്ല രസം അവിടെ പോയിരിക്കാനൊക്കെ. കുറേ ആൾക്കാരൊക്കെ വരുന്നത് അവിടെ, സ്റ്റുഡൻസും പിന്നെ ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ വരുന്നതാണ്. അപ്പം നമ്മളിപ്പം ഇന്ന് അങ്ങോട്ടാണ് പോകുന്നത്. അതിൻ്റെ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അതൊക്കെ കൂടുതലും ഫ്ലാറ്റുകളാട്ടോ. അങ്ങോട്ട് ഉള്ളിലോട്ടാണെങ്കിലും ഫ്ലാറ്റുകളുണ്ട് ഇഷ്ടം പോലെ. ഇതൊരു ഫ്ലാറ്റാണ്. ഇവിടെ അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മളിവിടെ ഒരു സരിപ്പള്ള, ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേരാണ് സരിപ്പള്ള. നമ്മളിപ്പോൾ അങ്ങോട്ട് അവിടെ എത്തിച്ചേർന്നിരിക്കുക. അവിടെ എത്തി നമ്മളിപ്പം സരിപ്പള്ളയിൽ. ഇതൊരു ചെറിയൊരു ജംഗ്ഷൻ പോലെയാണ്. അപ്പുറത്തോട്ടൊക്കെ കടകളൊക്കെ ഉണ്ട്. ഇതാണ് സരിപ്പള്ള. അവിടെ വെച്ചിട്ടുണ്ട് ഐ ലവ് യു സരിപ്പള്ള. ഇവിടെ ചെറിയൊരു പേരൊക്കെ എഴുതി നല്ല ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് ഈ വഴി നേരെ പോകണം. എന്നിട്ട് ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് ഇറങ്ങണം. ഒരു ചെറിയൊരു അമ്പലം കേട്ടോ അത്. അതിൻ്റെ അവിടെ ചുറ്റോട്ട് മൊത്തം വീടാണ്. വീടിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു അമ്പലം. അപ്പം നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോകണം. ഇനി റോഡ് വലിയ നല്ല റോഡൊന്നുമല്ല കേട്ടോ. ഇതൊരു മോശപ്പെട്ട റോഡാണ്. ഇവിടുന്ന് കുറച്ചും കൂടി ഉള്ളു ഈ റോഡ്. പിന്നെ മൊത്തം മണ്ണ് റോഡാണ് കേട്ടോ. ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. ഈ വണ്ടി ആർക്കും വേണ്ടെന്ന്, മറ്റേ ഇവരുടെ ആണല്ലോ. ആ കാണുന്ന മലയിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മളിപ്പോൾ ഇവിടെ എത്തി. ഇവിടുന്ന് ആ കാണുന്ന ആ കുന്നിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇനിയല്ല ഇങ്ങനത്തെ റോഡാണ്. ഇതിൽ മഴക്കാലത്തൊക്കെ വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. മഴക്കാലത്തൊക്കെ ഇതിലെ വണ്ടി കയറാനൊക്കെ ഇപ്പം എല്ലാ വണ്ടിയും വരും. കാറും ബൈക്കിലും കാറിലൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ഇപ്പം അങ്ങോട്ട്. പക്ഷെ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള വരവ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വരവാണ്. ചെറിയൊരു കയറ്റമൊക്കെ കിട്ടും. രണ്ട് പിള്ളേർ ക്രിക്കറ്റ് കളിയാണ്. ക്രിക്കറ്റ് കളിക്കുന്ന 2 പിള്ളേരുണ്ട് ഇവിടെ. അപ്പോൾ ഇതിലൂടെയൊക്കെ കയറി പോകണം. കയറി പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മഴ വന്നു കഴിഞ്ഞാൽ മഴക്കാലത്ത് ഇതിൽ വരവൊന്നും നടക്കില്ല. ഇതാണ് ആ സ്ഥലം. നമ്മളങ്ങനെ ഈ കുന്നിൻ്റെ മലയിലെത്തി. ഇതാണ് വിശാലമായ നിരന്ന് കിടക്കുന്ന ഒരു മൊട്ടക്കുന്ന്. നല്ല കാറ്റാട്ടെ ഇങ്ങോട്ട്. വൈകുന്നേരത്തൊക്കെ നല്ല കാറ്റാണ്. നല്ല രസം. നല്ല തണുപ്പും ചൂടൊന്നും അറിയത്തില്ല. വൈകുന്നേരം സമയത്തൊക്കെ വരണം. വലിയ ചൂടൊന്നും അറിയുന്നില്ല. അവിടെ ഒരു ഇതുണ്ട്, ചെങ്കല്ലിൻ്റെ കോറ. ചെങ്കല്ലെടുക്കുന്ന സ്ഥലം അത്. ഇതാണ് സ്ഥലം. ഇവിടെ താഴെ റൈഡേഴ്സൊക്കെ വരും. കുറച്ച് ഇടയ്ക്കൊക്കെ റൈഡേഴ്സൊക്കെ വന്നിട്ട് റൈഡൊക്കെ നടത്തും ഇവിടെ. ആ ഗ്രൗണ്ട് ക്രിക്കറ്റ് കളിക്കാം. വിശാലമായ സ്ഥലമാണ്. വൈകുന്നേര സമയങ്ങളിലൊക്കെ വന്ന് കാറ്റ് കൊള്ളാനും
എല്ലാത്തിനും പറ്റിയ നല്ല സ്ഥലം. ഈ കാണുന്ന നേത്രാവതി പുഴ കേട്ടോ. താഴെ നമ്മളത് നമ്മുടെ ഇവിടെ ആയിട്ട് വരും, പടിയിൽ. അത് നമ്മുടെ ബാംഗ്ലൂർ റോഡാണ്, ബാംഗ്ലൂർ പോകുന്ന റോഡാണ്. അതിൻ്റെ ഇപ്പുറത്താണ് കാണുന്നത് നേത്രാവതി പുഴയാണ്. ഇവിടെ കാറൊക്കെ കയറി വരും. ഇവിടെ കാറിനൊക്കെ വന്ന ആൾക്കാരൊക്കെ ഉണ്ട്, കാറൊക്കെ കയറി വരും ഇങ്ങോട്ട്. നല്ല നിരന്ന് നടക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ചെറിയ ഇത് കൂട്ട് കല്ല കേട്ടോ, പാറയല്ല, ചെങ്കല്ലാട്ട് മൊത്തം. ചെറിയ കല്ലുകളും നല്ല രസമുണ്ട് കാണാൻ. സ്ഥലങ്ങളാണെങ്കിൽ നല്ല ആ കാണുന്നതാണ് നമ്മുടെ നേത്രാവതി പുഴ. പടിയിൽ പമ്പ് ഓയിൽ അവിടെയൊക്കെ ആയിട്ട് വരും. അവിടെയൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്, അപ്പുറത്തോട്ടും വീടുണ്ട്. ബാംഗ്ലൂർ പോകുന്ന റോഡ് കാണാം. ആ ഒരു ഇവിടുന്ന് കാണുമെന്നറിയത്തില്ല, സൂം ചെയ്താൽ കാണുമായിരിക്കും. അവിടെ വണ്ടി പോകുന്നതാണ്. ആ വണ്ടി പോകുന്ന റോഡാണ് നമ്മുടെ ബാംഗ്ലൂർ റോഡാണ്, മംഗലാപുരത്ത് നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന റോഡത്. വണ്ടി വന്ന് കാണാലോ. ആ റോഡ്, ഇത് ഈ റോഡ് ബാംഗ്ലൂർക്ക് പോകുന്ന റോഡാണ്. നമുക്ക് ഇവിടെ നിന്ന് ശരിക്കും കാണാതെ. എൻ്റെ ഇപ്പുറത്ത് തന്നെ ഇതുണ്ട്, എന്നാ ട്രെയിൻ പോകുന്ന പാളമുണ്ട്. ട്രെയിൻ പോകുന്ന സ്ഥലം ഇത് ട്രെയിൻ പാളമുണ്ട്. ട്രെയിൻ പാളം കാണത്തില്ല, അത് മരമൊക്കെ തടസ്സമായിട്ടാണ് തോന്നുന്നു. സൂര്യാസ്തമയം കറക്റ്റ് ഇവിടുന്ന് കാണാം, ശരിക്കും കാണാം സൂര്യാസ്തമയം. അല്ല, സൂര്യൻ അസ്തമിക്കാൻ പോവാണ്. സമയം ഏകദേശം 6:30 സൂര്യാസ്തമയത്തിൻ്റെ സമയമായി. ആ കാണുന്നതാണ് നമ്മുടെ പമ്പ് ഓയിൽ സിറ്റി ആട്ടോ. ആ സിറ്റിയുടെ ഭാഗത്തുള്ള കെട്ടിടങ്ങൾ അത് കാണുന്നത്, അത് പമ്പ് ഓയിലായിട്ട് വരും. ആ കാണുന്ന മേളിൽ കാണുന്നത്. കണ്ടോ ബിൽഡിങ് കണ്ടോ, പൊങ്ങിയിരിക്കുന്ന ബിൽഡിങ്ങുകൾ കണ്ടോ, അത് പമ്പ് ഓയിൽ ഏരിയ ആയിട്ട് വരും. പമ്പ് ഓയിൽ കങ്കനാടി ആ ഒരു സ്ഥലമാട്ടോ അത്.
അപ്പോൾ ഈ സ്ഥലമാണ് അഡ്യാർ വ്യൂ പോയിന്റിൽ അറിയപ്പെടുന്ന സ്ഥലം. ഈ സ്ഥലത്തേക്ക് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്തൂരിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരണം. കാർക്കള പോകുന്ന റോഡ്, അത് നന്തൂരിൽ നിന്ന് കുറച്ച് 2-3 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ നമുക്ക് ഉള്ളിലോട്ട് വരണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങളും കാഴ്ചകളും ഇതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിശേഷങ്ങളും കാഴ്ചകളും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.